എത്ര വലിയ കറുപ്പും സ്കിന്നിൽ നിന്ന് വെറും 1 മിനിറ്റിൽ ഇല്ലാതാക്കി സ്കിന്നിന് തിളക്കം വെപ്പിക്കും. ഇതുപോലെ മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നു. സ്കിന്നിലുണ്ടാകുന്ന ടാന് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കാൻ ഒരു എളുപ്പമാർഗം പറഞ്ഞു തരട്ടെ. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്തു നോക്കണേ. എന്താണ് സംഭവം എന്ന് പറയാം. അതിന്റെ മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എൻ്റെ വീഡിയോസ് കാണുന്നത്? ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ കൂടെ കൂടാനും നിങ്ങളുടെ ആ ഒരു വിലപ്പെട്ട ഒരു ഹൃദയം ഉണ്ടല്ലോ, ലൈക്ക് എനിക്ക് തരാനും മറക്കല്ലേ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് റംസാനിയ. എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യനാണ്. ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യം കരിവാളിപ്പും കരിമങ്ങല്യം സ്കിന്നിൽ നിന്ന് തുടച്ചു മാറ്റി സ്കിൻ നല്ലപോലെ വെളുത്തിട്ട് പാറാൻ സഹായിക്കുന്ന ഒരു കിടിലൻ ഒരു പാക്കാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. ഒരു ദിവസം ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ സ്കിന്നിനെ അലട്ടിയ കരിവാളിപ്പും കരിമങ്ങല്യവും തുടച്ചു മാറ്റി സ്കിൻ നല്ലപോലെ തിളക്കം വെക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്താണ് സംഭവം എന്നുള്ളതും അത് ചെയ്തിട്ടുള്ള ലൈവ് ചേഞ്ചസും കാണാം. അതിലേക്ക് പോകാം. പാക്ക് തയ്യാറാക്കാൻ നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യണം. അതിനുവേണ്ടി ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കണം. ആ ഒരു പാത്രത്തിലേക്ക് നമ്മൾ കറി വെക്കാനായിട്ട് ഉപയോഗിക്കുന്ന മഞ്ഞപ്പൊടി 2 ടേബിൾ സ്പൂണോളം ചേർത്തിട്ട് ഇത് നല്ലപോലെ ചൂടാക്കി എടുക്കണം. ഈ ഒരു മഞ്ഞപ്പൊടിയുടെ കളറെല്ലാം മാറി ഒരു കാപ്പിപ്പൊടി കളറായിട്ട് മാറും. തീ കുറച്ചിട്ടിട്ടാണ് നമ്മളിത് തയ്യാറാക്കേണ്ടത് കേട്ടോ. അങ്ങനെ നമ്മുടെ മഞ്ഞപ്പൊടിയുടെ കളറൊക്കെ മാറി വരുന്ന നിങ്ങൾ കണ്ടോ? ഈ ഒരു പരുവമാണ് നമുക്ക് വേണ്ടത്. ഇനി ഇത് തീ ഓഫ് ചെയ്യാം. പിന്നെ നമുക്ക് ഇനി പാക്ക് തയ്യാറാക്കാനായിട്ട് നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള പാത്രം എടുക്കണം. അതിലേക്ക് നമ്മൾ നേരത്തെ ആ ഒരു ചൂടാക്കിയ മഞ്ഞപ്പൊടിയിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടലമാവിൻ്റെ പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ 1/2 ടേബിൾ സ്പൂണോളം നമ്മുടെ ലെമൺ ജ്യൂസ് ചേർക്കണം. പിന്നെ മിക്സ് ആക്കുന്നതിന് ആവശ്യമായിട്ടുള്ള റോസ് വാട്ടർ ചേർക്കണം. അങ്ങനെ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് ഡെയിലി നിങ്ങൾക്ക് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഒന്നിരാടം ഉപയോഗിക്കാം. ഇവിടെ ഞാൻ എൻ്റെ കൈകളിലാണ് ഇടുന്നത്. ഈ രീതിയിൽ നിങ്ങളുടെ ഫേസിലും ഇടാനായിട്ട് നോക്കണം. അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 3 മിനിറ്റോളം നമ്മളിത് ഉണങ്ങാൻ വേണ്ടി വെക്കണം. 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നോർമൽ വാട്ടറിൽ കഴുകാം. കഴുകുമ്പോൾ തന്നെ സ്കിന്നിൻ്റെ ആ ഒരു തിളക്കം നിങ്ങൾ കണ്ടോ? അടിപൊളിയാണ്. നിങ്ങൾക്ക് 2 കൈയും തമ്മിലുള്ള ഒരു മാറ്റവും കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. സ്കിൻ നല്ല പോലെ തിളക്കം വെപ്പിക്കാൻ സാധിക്കും. വെറും 1 മിനിറ്റ് ഇത്രയും മാറ്റം നിങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ച് കാണില്ലായിരിക്കും. ഞാനും ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഒരു റിസൾട്ട് കണ്ട് ഞാൻ വളരെയധികം ഷോക്കായി. നിങ്ങൾക്കും നിങ്ങളുടെ സ്കിന്നിന് നല്ല നിറം നേടാൻ ഈ പറഞ്ഞ കാര്യത്തിൽ നിന്ന് സാധിക്കും. കൂടാതെ തന്നെ നിങ്ങളുടെ സ്കിന്നിനെ അലട്ടിയ കരിമങ്ങല്യവും കരിവാളിപ്പും തുടച്ചു മാറ്റി സ്കിന്നിന് നല്ലൊരു ഷെയ്ഡ് കൂട്ടിയെടുക്കാൻ ഞാൻ ഈ പറഞ്ഞ പാക്കിൽ നിന്ന് സാധിക്കും. ചെയ്തിട്ട് എന്തായാലും അതിൻ്റെ റിസൾട്ട് വന്ന് എന്നോട് പറയാനും കൂടി നിങ്ങൾ മറക്കല്ലേ. പിന്നെ ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് എന്തായാലും പുതിയ വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.